എന്തൊക്കെയുണ്ട് കുമ്പാരി, എന്തൊക്കെയുണ്ട് പരിപാടി? ഇന്ന് ഞാനും എൻ്റെ വൈഫും കൂടി എൻ്റെ വൈഫാണ്ട ഒരു ഹായ് കൊടുത്ത് ഞാനും എൻ്റെ വൈഫും കൂടി സിംഗപ്പൂരിൽ എക്സ്പ്ലോർ ചെയ്യാത്ത, അതായത് അൺഎക്സ്പ്ലോർഡ് പ്ലേസസ് ആയ റെഡ് സ്ട്രീറ്റ് ഏരിയാസ് കവർ ചെയ്യാൻ വേണ്ടി വന്നേക്കുന്നുണ്ട. എക്സ്ക്ലൂസീവാണ് അല്ലേ? ഇവിടെ എക്സ്ക്ലൂസീവാണ് സത്യം പറഞ്ഞത്. ഇത് അകത്തുള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് അറിയാൻ വേണ്ടി പാടുള്ളൂ. പുറത്തുനിന്ന് ഒരാൾ വന്നതിനെ ഇത് മനസ്സിലാവില്ല എന്താണ് ഇവിടെ നടക്കണേന്ന്. അതായത് ഇവിടെ ഒരു 2-3 സ്ട്രീറ്റ് മൊത്തം റെഡ് സ്ട്രീറ്റാണ്. നമ്മുടെ നാട്ടിൽ പറഞ്ഞ പോലെ ബോംബെയിലും പൂനെയിലും കൊല്ല പോലത്തെ റെഡ് സ്ട്രീറ്റാണ്. അത് നിങ്ങളെല്ലാവരെയും എത്രത്തോളം കാണിക്കാൻ വേണ്ടി എനിക്കറിയാമല്ലോ. പക്ഷേ എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിക്ക് ഞാൻ എത്തിക്കാൻ ട്രൈ ചെയ്യാം. നമുക്ക് ഉപയോഗമില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഇങ്ങനത്തെ ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. അതായത് ഇങ്ങനെ സെക്ഷൽ പ്രോസ്റ്റിറ്റ്യൂഷൻ ഇവിടെ ലീഗലാണ്. 18 വയസ്സ് കഴിഞ്ഞാൽ ആർക്കും ഇവിടെ ഇതിനു വേണ്ടി വർക്ക് ചെയ്യാം. അപ്പം അങ്ങനത്തെ കുറേ പോസിബിലിറ്റീസ് ഒക്കെ ഉണ്ട് ഇവിടെ. അതൊക്കെ ഞാൻ പോസിബിലിറ്റീസ് അല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ ഉണ്ട്. ഇതേപോലത്തെ ഹോട്ടലുകൾ, ഈ ഹോട്ടലിൻ്റെയൊക്കെ പേര് കണ്ട. ഇപ്പം ഈ ഹോട്ടലിന് 51 പേരുണ്ട്. അതേപോലത്തെ എല്ലാ ഹോട്ടലിനും ഓരോരോ നമ്പറുണ്ട്. അപ്പുറത്ത് 49 എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. അതൊക്കെ എല്ലാം ഇതേപോലെ തന്നെ ചേച്ചിമാർ നിൽക്കുന്ന കടകളാണ്. അതായത് സെക്ഷൽ പ്രോസ്റ്റിറ്റ്യൂഷന് വേണ്ടി ചേച്ചിമാർ നിൽക്കുന്ന കടകൾ. അപ്പോൾ നമുക്ക് ഈ സ്ട്രീറ്റിലൊക്കെ എന്തൊക്കെയാണ് നടക്കണതെന്ന് കണ്ടറിയാം. ഓക്കെ അല്ലേ? അപ്പം ഇത് ലൊറോങ് 60 എന്ന് പറഞ്ഞൊരു സ്ട്രീറ്റാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് സിംഗപ്പൂരിൽ ഇവിടെ നോക്കിയാൽ ഏത് ടാക്സിക്കാരനെ പറഞ്ഞാലും ഈ സ്ട്രീറ്റിൽ കൊണ്ടുവന്ന് ഇറക്കി തരും. ഗേലാങ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇപ്പോൾ ഫ്രണ്ടിൽ നിൽക്കണ അപ്പൂപ്പന്മാരൊക്കെ എല്ലാവരും മലയാളത്തിൽ പറഞ്ഞ മാമാമാരാണല്ലേ അല്ലേ? അപ്പോൾ ഇവരാണ് നമ്മൾ ആൾക്കാരെയൊക്കെ പുറത്തുനിന്ന് റോട്ടിൽ നിന്നൊക്കെ പിടിച്ച് കയറ്റണത്. എല്ലാ വീട്ടിലുള്ള അപ്പൂപ്പന്മാരാണ് ഈ മാമാമാര്. ഇവരാണ് ഇയാളൊക്കെ ഈ ഡോറിൻ്റെ ഉള്ളിലാണ് ഈ ചേച്ചിമാരൊക്കെ ഇരിക്കണത്. അവരൊരു സോഫയിലൊക്കെ കണ്ടിരിക്കണം. ഞാൻ ഒരു പ്രാവശ്യം കയറി കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ അന്ന് ചെറുപ്പത്തിലെ അതായത് ഞാൻ നടന്നു പോയപ്പോഴേ നമുക്കറിയാമല്ലോ ഇതെന്താ സംഭവിക്കണമെന്ന്. ഒരപ്പൂപ്പൻ ഞങ്ങളെ വിളിച്ച് കയറ്റി. നോക്കിയപ്പോഴേക്കും ഒരു 5-8-10 പെണ്ണുങ്ങൾ റെഡ് സോഫയിലൊക്കെ ഇങ്ങനെ ഇരിക്കണേ. മനസ്സിലായേ? കാര്യം പറഞ്ഞടാ, റെഡ് സോഫയിലൊക്കെ ഇങ്ങനെ ഇരിക്കണേ. ഞങ്ങൾ അപ്പോൾ കയറി കണ്ട് ചിരിച്ച് കായൊക്കെ കൊടുത്ത് അതിൻ്റെ ഞങ്ങളൊന്ന് ഇറങ്ങി ഞങ്ങൾ പോകുന്നു. അപ്പോൾ ഇങ്ങനത്തെ സ്ട്രീറ്റ് നിറയെ ഇതേപോലത്തെ അതൊന്നും കാണാൻ പറ്റില്ല. ഇത് നമ്മുടെ നാട്ടിലെപ്പോലെ ഓപ്പണല്ല. ഇത് ഇവിടെ ഇങ്ങനെ ഇത് കവർ ചെയ്ത് വെച്ചേക്കും. മനസ്സിലായി? ഒരു ചൈനീസ് ആധിപത്യം ഉണ്ട് ഇവിടെ മൊത്തം. ചൈനക്കാരായിരിക്കുമല്ലോ പെണ്ണുങ്ങളെന്ന് പറയാം അല്ലേ? ചൈനക്കാരായിരിക്കുമല്ലോ മൊത്തം. ചൈനീസ്, ഫിലിപ്പീൻസ്, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ എല്ലാവരും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതേപോലത്തെ കവേർഡ് ആയിരിക്കും. അതിൻ്റെ അകത്തായിരിക്കും ചേച്ചിമാരൊക്കെ ഇരിക്കണം. ഈ നമ്പറൊക്കെ കണ്ടാവും. ഓരോ വീടിനും ഓരോ നമ്പറാണ് ഉള്ളത്. നമ്മൾ ഓരോ നമ്പർ അനുസരിച്ചാണ് സ്ഥിരം കസ്റ്റമേഴ്സുള്ള ആൾക്കാരും ഉണ്ടാവുമല്ലേ? എടാ ഞാൻ പണ്ട് വർക്ക് ചെയ്ത മാനേജർ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് അപ്പുറത്ത് നമ്പർ ഹോട്ടൽ 81 എന്ന ഹോട്ടലിനൊക്കെ ഇവിടെ കൊടുക്കാത്ത ഫേമസ് ആണ് ഇതേപോലത്തെ കാര്യങ്ങൾക്കൊക്കെ. എടാ എൻ്റെ മാനേജർ ഇല്ലേ പണ്ട് വർക്ക് ചെയ്ത് വെച്ചാൽ അയാൾ പറയും അയാൾ മാരീഡാണെന്ന് ഞങ്ങൾ എല്ലാവരും ചോദിച്ചപ്പോഴേക്കും അയാൾ പറഞ്ഞു മാരീഡാണ്, ശമ്പളം തന്നെ ദിവസം മാരീഡാണെന്ന്, 2-3 വൈഫ് ഉണ്ടെന്ന് പുള്ളിക്ക്. ഇതാണ് ഉദ്ദേശിക്കുക. മനസ്സിലായി? ഇതിന്നിപ്പോൾ ഒരു മന്തിൻ്റെയാണ് ശമ്പളം വന്ന ദിവസമാണ്. അപ്പോൾ നല്ല തിരക്കാണ്ട് ഇവിടെ. ഇത് 2-3 സ്ട്രീറ്റ് ഉണ്ട്. ഗേലാങ്, ലൊറോങ് 16 ഉണ്ട്, 18 ഉണ്ട്, 20 ഉണ്ട്. എല്ലാം ഇതേപോലെ സെറ്റപ്പ് ഉണ്ട്. അകത്താട്ട് കയറി കാണിക്കാനുള്ള മൈൻഡ് ഇല്ലല്ലോ നമുക്ക്. എടാ ഇവിടെ കൂടി പോകും. അകത്താട്ട് കയറി കാണാനുള്ള മൈൻഡ് ഇല്ല. ഇതുണ്ട ഇതേപോലത്തെ വീടുകളുടെ ഉള്ളിലാണ് ഈ പരിപാടി നടക്കുന്നത്. ചില്ലിങ് കൂട്ടിലാണ് പെണ്ണുങ്ങൾ ചേച്ചിമാരൊക്കെ ഉള്ളത് കേട്ടോ. ഈ ഫ്രണ്ടിലിരിക്കണ ചേട്ടന്മാരാണ് ഇതിൻ്റെ മെയിൻ ഡീലേഴ്സ്. അവരാണ് നമ്മളെ ഡീൽ ചെയ്യണത്. അങ്കിൾമാരെ അപ്പൂപ്പന്മാരൊക്കെ ഉണ്ടാവും. ഐ കോണ്ടാക്ട് ഒന്നും കൊടുക്കരുതല്ല ആർക്കും അല്ലേ? നമ്മളിപ്പോൾ ക്യാമറ കൊണ്ട് നടക്കുമ്പോഴേക്കും കുറേ ആൾക്കാർ ഇത് കാണാനും വേണ്ടി വരുന്നുണ്ട് കേട്ടോ. ആൾക്കാരൊക്കെ വെടിവെപ്പൊക്കെ കണ്ട് ഇറങ്ങുന്ന ആൾക്കാരും ഉണ്ട്. അമ്പലം പ്രാർത്ഥിച്ചിട്ടാണ് കയറുന്നത്. ഇവിടെ പിന്നെ ഇഷ്ടംപോലെ ഫുഡ് സ്പോട്ടുകളുണ്ട് അല്ലേ? അതിൽ കുറേ ഫുഡ് സ്പോട്ടുകളുണ്ട്. ഇത് ചൈനീസ് ആധിപത്യമുള്ള റെഡ് സ്ട്രീറ്റാണ്. ഇന്ത്യൻ ആധിപത്യമുള്ള റെഡ് സ്ട്രീറ്റ് വേറെ ഉണ്ട്. നീ കണ്ടിട്ടില്ലല്ലോ? വേറെ ദിവസം നമുക്ക് അവിടെ പോവാട്ടാ.
ആ സിംഗപ്പൂർ ഉണ്ട്. ഇതൊക്കെ നമുക്കറിയാം, നമ്മളിതൊക്കെ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല, മനസ്സിലായോ? ഇതൊക്കെ നമ്മൾ എക്സ്ക്ലൂസീവായിട്ട് മാത്രമേ പുറത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ആ സ്ഥലത്ത് പോകാം. അപ്പോൾ ഇതാണ് സിംഗപ്പൂരത്തെ റെഡ് സ്ട്രീറ്റിൻ്റെ സെറ്റപ്പ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി ഉദ്ദേശിച്ചത്. എനിക്ക് അകത്തായിട്ട് കയറാനുള്ള മൈൻഡില്ല, കാരണം നമ്മളിപ്പോൾ ഓൾറെഡി കല്യാണം കഴിച്ച് അല്ല കല്യാണം കഴിച്ചുകൊണ്ട് നമ്മളിപ്പോൾ അല്ലെങ്കിൽ കയറുന്നല്ല, നമ്മൾ 2 മണി കയറുന്നൊക്കെ ഭയങ്കര ഷോകമല്ലേ. ഞാൻ പറഞ്ഞേ കയറി വേണമെങ്കിൽ കാണിക്കാം. ഇത് സത്യം പറഞ്ഞാൽ ലീഗലാണ് ഇവിടെ. ഇത് അത്ര വലിയ ചടപ്പുള്ള കാര്യങ്ങളൊന്നുമില്ല. ഈ സെക്ഷൽ പ്രോസ്റ്റിറ്റ്യൂഷനെ പറ്റി നല്ലതാണോ ചീത്തയാണോ വെച്ചാൽ നമുക്കറിയാൻ പോലെ. ഇത് പല ടോപ്പിക്കാണിത്, ഇഷ്ടംപോലെ സംസാരിക്കുന്ന ടോപ്പിക്കാണ് ഇതൊക്കെ, അല്ലേ? അതപ്പോൾ നമുക്ക് വേറെ വീഡിയോയിൽ സംസാരിക്കാം. എന്ത് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് ലൊറോങ് 8 നിന്നുണ്ട്. അപ്പോൾ ലൊറോങ് 8 നിന്നും കുമ്പാരി ചാനലിനൊപ്പം അലീന ഞാൻ സൈനിങ് ഓഫ് എക്സ്ക്ലൂസീവ് കുമ്പാരി ചാനൽ. ഓക്കെ.